ചേച്ചി ഞാൻ ചോദിച്ചോട്ടെ ഒരു കാര്യം, ചേച്ചിയുടെ ഇപ്പോ തന്നെ ചേച്ചി പറഞ്ഞു ഒരാള് ചേച്ചിയോട് സിനിമയിൽ അഭിനയിക്കുമോ ചോദിച്ചപ്പോ 3 മണിക്ക് ചോദിക്കേണ്ട ചോദ്യം പോയാ എന്ന് പറഞ്ഞിട്ട് പോയി. ചേച്ചിക്ക് അന്നേ ഒരു ബോൾഡ്നെസ് ഉണ്ട് ശരിക്കും. അത് ചേച്ചിയുടെ കുഞ്ഞുനാള് മൂലം ഉള്ളതാണോ അതോ ചേച്ചിയുടെ അങ്ങനെ വളർത്തിയ? അച്ഛൻ ഡൈവോഴ്സ് ചെയ്ത് 7 വയസ്സിൽ, എൻ്റെ 7 വയസ്സിൽ അച്ഛൻ ഡൈവോഴ്സ് ചെയ്തു അമ്മേനെ. അന്നൊട്ട് അമ്മ ഈ ഒറ്റയ്ക്കാണ് കുട്ടി എന്ന് പറഞ്ഞിട്ട് അമ്മ ബോൾഡായിട്ടാണ് വളർത്തിയത്. ചേച്ചി ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. അപ്പോൾ അമ്മ പറയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒറ്റ അടി വെച്ച് കൊടുത്തോ മോളെ, ഒന്നും നോക്കണ്ടെന്ന് പറയും. അങ്ങനെയാണ് വളർന്നത്. വെരി ഗുഡ്. പക്ഷെ ചേച്ചി ആ ഒരു ബോൾഡ്നെസ് ഉണ്ടല്ലോ ശരിക്കും ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് ശരിക്കും ഞാൻ എന്ന വ്യക്തി എൻ്റെ അമ്മയാ കാരണം ഭയങ്കര അഡ്മയർ ആണ് ചേച്ചീനെ. അതായത് ചേച്ചിയുടെ ബോൾഡ്നെസ് എന്ന് പറയുന്നത് ചേച്ചി പറയുന്ന ഒരു സെന്റൻസ് ആയിക്കോട്ടെ ഒരു വാക്കായിക്കോട്ടെ ചേച്ചി പറയുന്നതിന് അത് നാളെ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല എന്ന് പോലും ചേച്ചി പറയില്ല. ചേച്ചി പറഞ്ഞത് ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഏക ഒരു വ്യക്തിത്വം ചേച്ചി മാത്രമേ. അത് കറക്റ്റ് ആയിരിക്കും. കറക്റ്റായി ഉണ്ടായാലും മാത്രമേ ഞാൻ പറയുള്ളത്. ഓക്കെ ചേച്ചി, അപ്പൊ ചേച്ചിയുടെ കല്യാണ സമയത്തൊക്കെ ഡിസിഷൻസ് ചേച്ചിയുടെ ആയിരുന്നോ? ഞാൻ തന്നെയാ പോയി പെണ്ണ് ചോദിക്കുന്നേ. ചേച്ചി ചെറുക്കനെ ചോദിക്കാൻ പോയോ? അതെന്താത്ത കഥ എന്ന് പറഞ്ഞേ ചേച്ചി? ചേച്ചിയുടെ പൊളിച്ച് കാണും. ഞാൻ തന്നെയാ പോയി ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മ ഒരു നെക്ലസ് വാങ്ങിച്ചു, ഡയമണ്ട് നെക്ലസും ജിമുക്കൊക്കെ. അപ്പം ആ ഡയമണ്ട് മെർച്ചൻ്റ് പറഞ്ഞു നിങ്ങൾ നിർബന്ധിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞാൽ മതി. ഒരാഴ്ചയിൽ എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വെച്ചോളൂ, ഇല്ലെങ്കിൽ തിരിച്ചു കൊടുത്തോളൂ. അന്ന് ആ സെറ്റ് മുഴുവനും 40,000 രൂപയേ ഉള്ളൂ അന്ന്. ഞാൻ പറയുന്നത് 80 ജൂലൈ മെയ് എന്തോ. അപ്പോൾ അത് അമ്മ വെച്ച് അമ്മ എന്ത് ചെയ്തു, ഇത് അറിയാതെ പോയിട്ട് ജോത്സ്യനെ വിളിച്ച് ചോദിച്ചു ഇടാൻ പാടുണ്ടോ ഇതെന്ന്. അപ്പം അയാൾ പറഞ്ഞു ഇപ്പം ഇടാ, സെപ്റ്റംബറിന്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 3 കൊല്ലം നീണ്ടു പോകും. അപ്പോൾ ഇത് അമ്മ വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് മോളെ ശശീൻ്റെ അടുത്ത് പറയണം ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സെപ്റ്റംബറിന്റെ ഉള്ളിൽ കല്യാണം കഴിക്കണം. ഞാനാണോ ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട്. ഈ ശശിയെ ഫസ്റ്റ് കാണുന്നത് എങ്ങനെയാ? അപ്പോ ഞാൻ ഹൈദരാബാദിൽ ഞാൻ ഒരു പടത്തിന് വേണ്ടി, അത് ആക്ച്വലി ഹീറോയിൻ ആയിട്ടാണ് ദാസരി നാരായണ റാവു, തെലുഗു. ഞാനും ശ്രീദേവിയും ശ്രീദേവി ഫസ്റ്റ് മൂവി ഇൻട്രൊഡക്ഷൻ ഹീറോയിൻ ആയിട്ട്. അതിനു മുമ്പ് പുള്ളി ശശിയുടെ പടം മുഴുവനും പുള്ളിക്കാരത്തെ അഭിനയിക്കുന്നുണ്ട്. അവൾ കൊച്ചിയിലെ തൊട്ട് അഭിനയിക്കല്ലേ. ഈ ഷാരദി സ്റ്റുഡിയോയില് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡാൻസ്, ഭയങ്കര ഡാൻസാണ് ഞാനും നാഗേഷും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാനേജർ വന്നിട്ട്, ഞാൻ ഒന്ന് ഇരുന്നപ്പോൾ മാനേജർ വന്നു ഷാരദി സ്റ്റുഡിയോന്റെ. അമ്മ IV ശശീന്ദ്രവർ വന്ന് നിങ്ങളെ ചോദിക്കുന്നു. ഞാൻ എന്തിനും ചോദിച്ചു. അഭിനയിക്കാനല്ല, നിങ്ങളെ മലയാളിയാണെന്ന് പറഞ്ഞു. ഞാൻ IV ശശി ആരും നിനക്ക് தெரியாതെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങനെ അറിയില്ല. ഇതുപോലെ പോയി അങ്ങേര് പറഞ്ഞെടുത്തു. IV ശശിനെ ഉങ്ങളെ தெரியாതെ എനിക്ക് അറിയാത്ത പെണ്ണ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ അങ്ങേര് പോയി. ഇതാണ് അതെ. പിന്നെ ഇത് തന്നെ 77 എല്ലാം എനിക്ക് സംഭവം മുഴുവൻ ഒരു മാർച്ച് എന്തോ ഇതായി ഇവിടെ വരെ ആ പടത്തിന് ഗ്രൂപ്പിന് പോയിരുന്നു. സെക്കൻഡ് കാണുക ഞാൻ കാണുന്നത് എനിക്ക് അതല്ല, ഫസ്റ്റ് വേണ്ട പറഞ്ഞു പോയിട്ട് പിന്നെ സെക്കൻഡ് മൂവി വർക്ക് ചെയ്യുന്ന അന്ന് കണ്ടില്ല. ചേച്ചി കണ്ടില്ല? ഞാൻ കണ്ടില്ല, പുള്ളിക്കാരൻ എന്നെ കണ്ടു. അപ്പൊ ഞാൻ ഇവിടെ ഇത് പോയപ്പം ഞാൻ സെറ്റിൽ, അന്നൊക്കെ നൈറ്റാണല്ലോ, ആലപ്പുഴയിൽ നൈറ്റിലാ സോങ് മുഴുവൻ എടുക്കുന്നത്. ഉള്ളിൽ അങ്ങ് കയറിയപ്പോ ഉണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ മുകളില് ക്രെയിനിൽ ഒരാളിരുന്നിട്ട് 2 പേരുണ്ട്, ഒരു ക്യാമറമാൻ ഉണ്ട്, ഒരു അസിസ്റ്റന്റും ഉണ്ട്. അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ആ പെണ്ണിനെ ഇങ്ങോട്ട് വരാൻ പറ, ആ പെണ്ണിനെ ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, വീണ്ടും തള്ളാൻ പറയുന്നു. ഇങ്ങനെ തള്ളാൻ പറഞ്ഞപ്പോൾ മാധുരിയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ஏக்கா ஏங்க இந்த அசிஸ்டன்ட் உயரம் வாங்குறான் அந்த ஆளு ചോദിച്ചു. அந்த ആൾ താണ്ടി ഡയറക്ടർ. അയ്യോ വേറെ മിണ്ടിയില്ല ഞാൻ. അടുത്ത സോങ് പിറ്റേ ദിവസം ശാരദ അമ്മയൊക്കെ ആയിട്ട് മധുസാറൊക്കെ ആയിട്ട് സോങ് പോയപ്പോ ഇങ്ങനെ എല്ലാരും പണ്ടാരം എന്ന് വിളിക്കും. ഈ പണ്ടാരം എന്നുള്ളത് തമിഴ് നല്ല വാക്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അക്ക എന്നാക്ക എന്താ പണ്ടാരം കൂപ്പിடுறாரு, எனக்கு கேக்கட்டா போய்
അയ്യോ കേക്കല്ലേ ചോദിക്കില്ല, അയ്യോ വേണോ ഡയറക്റ്റ് വേണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പണ്ടാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. അങ്ങനെ ആ പാട്ട് തീർത്ത് ഞങ്ങൾ വന്നു. മൂന്നാമത്തെ കാണുന്നത് ഒരു ദിവസം ചോപ്ര മാസ്റ്ററിന്റെ വീട്ടിൽ വന്നു. ഞാനപ്പം പെട്ടെന്നാ വരുന്ന പുള്ളിക്കാരൻ. പുള്ളി വന്ന് ബെറ്റി വേഗം റെഡിയാവുമെന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയാ വെച്ചാൽ ചോപ്ര മാസ്റ്റർ ഒരു സീനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഹെവി സോങ് ആണെങ്കിൽ എന്നെ വിളിക്കുള്ളൂ, ഇല്ലെങ്കിൽ വേറെ അസിസ്റ്റൻസ് പോവും. അങ്ങനെയാണ് പുള്ളിയുടെ രീതി. ഗേറ്റിൻ്റെ അവിടെ പോയപ്പോൾ ഞാൻ ചോദിച്ചു ആരാ ഡയറക്ടർ എന്ന്. IV ശശി എന്ന് പറഞ്ഞു. ഞാൻ അയ്യോ എന്താളാന്ന് ചോദിച്ചു. അപ്പം ചോപ്ര മാസ്റ്റർ ചോദിച്ചു എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്. அல்ல மாஸ்டர் உட்கார சொன்னால் எந்திரிக்க சொல்லுவார், நிற்க சொன்னால் ஓட சொல்லுவார், ஓட சொன்னால் உட்கார சொல்லுவார். ലൊല്ലു മാസ്റ്റർ അവരെന്ന് പറഞ്ഞു. മാസ്റ്റർ ദേഷ്യം വന്നു. മാസ്റ്റർ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല, ഹീസ് എ ഡയറക്ടർ, ഹാവ് ടു റെസ്പെക്ട്. അങ്ങനെ പറയാൻ പാടില്ല മോളെ ബേട്ടിന്ന്. സോറി മാസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ എന്താ കാണിച്ചറിയാം, സൂം എടുത്ത് എങ്ങനെ എന്നെ ഇങ്ങനെ ക്യാമറ തിരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നത് ഇങ്ങനെ നോക്കുന്നു. ഞാൻ ഈ സൂം, നമുക്ക് ഈ ക്യാമറ ഒക്കെ അറിയാലോ, ഇങ്ങനെ സൂം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ക്യാപ്പ് എടുത്ത് മോന്ത ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ മൂടി. അതെ, അങ്ങനെ മൂടിയപ്പോ ഉണ്ട് ഇന്ന എന്താ ലൊല്ല ഇറക്കുறாரு എന്നെ പോയി ഞാൻ സൂം പண்றாரு എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സ് പറയുന്നു അന്ന് സോങ് ബഹദൂർക്കാണ്. ഇപ്പോഴും ബഹദൂർക്ക മരിക്കുന്നവരെ പറയാം എന്റെ ഗുരുവാണെന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ശശിയേട്ടൻ ഏത് നേരവും വഴക്ക് പറഞ്ഞോണ്ടിരിക്കുന്ന ചേച്ചിയോട് ചേച്ചിക്ക് ഒരു ഇഷ്ടം അങ്ങോട്ട് തോന്നണമല്ലോ, എന്നാലല്ലേ എസ് പറയുള്ളൂ. അത് എങ്ങനെയാ തോന്നിയ എങ്ങനെയാ വന്നോന്നൊന്നും അറിയില്ല. ശശിയേട്ടനാണ് ആദ്യം പറഞ്ഞേ അത് ചേച്ചിക്ക് ഇഷ്ടം അങ്ങോട്ടായ? ശശിയേട്ടനാന്ന് തോന്നുന്നു ആദ്യം പറഞ്ഞേ. എങ്ങനെ പറയും, ഇങ്ങനെ കട്ടുപിടുത്തായിട്ട് നിക്കല്ലേ ചേച്ചി. അല്ല ഐ ലൈക്ക് യു എന്നാ പറഞ്ഞ, ഐ ലവ് യു എന്നല്ല പറഞ്ഞ. അപ്പൊ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാ ലവ് യു അല്ലല്ലോ. അപ്പൊ എന്റെ വിചാരം ലൈക്ക് യു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ലവ് യു എന്ന് പറഞ്ഞാ ഓക്കെ, പക്ഷെ ഹീറോയിനെ ആക്കി അത്രേ ഉള്ളൂ. എന്നിട്ട് ആ അമ്മ പറഞ്ഞപ്പോ ഞാൻ നേരെ പോയി ശശിയേട്ടാ കെട്ടുകയാണെങ്കിൽ കെട്ടണം, അല്ലെങ്കിൽ വിടുകയാണെങ്കിൽ വിടണം. ഇപ്പൊ ഓഗസ്റ്റിന്റെ ഉള്ളിൽ സെപ്റ്റംബറിന്റെ ഉള്ളിൽ കെട്ടാൻ പറയുന്നു. എന്താ വേണമെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തോന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ പോക്ക് പോയി ഷൂട്ടിങ്ങിന്. ഇതാണ് എന്റെ കല്യാണം. സോഫയിലിരുന്ന് ഇങ്ങനെ നോക്കുന്നു, ഇതെന്താ പറയുന്നേ ഉള്ളു. അതെ, എന്ത് മറുപടി പറയും പെട്ടെന്ന് വന്ന്. ഞാൻ അങ്ങ് ഇരുന്ന് ഷൂട്ടിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി ചാകര ഷൂട്ടിങ്ങിന് തൃശ്ശൂരിലേക്ക് ഗുരുവായൂരിലേക്ക് ഞാൻ പോയി ഷൂട്ടിങ്ങിന്. അവിടെ വിളിച്ച് പറയുന്നു ഓഗസ്റ്റ് 28 കല്യാണം തീരുമാനിച്ചു. ശശിനെ തീരുമാനിച്ചു, എല്ലാം വിളിച്ച് എന്നെ പറഞ്ഞു കല്യാണം കഴിഞ്ഞു.